എല്ലാവർക്കും ദാസ് പിക്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ രാത്രി ഒബ്റോൺ മാളിൽ പോയി ബേബികളുണ്ട്, കുറച്ച് വൈകിപ്പോയി കാണാൻ. അപ്പോൾ എന്തായാലും സിനിമ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നിവിൻ പോളിയുടെ സിനിമ, ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസ്, അരുൺ വർമ്മ ഗരുഡനൊക്കെ ഡയറക്റ്റ് ചെയ്ത ആൾ. ഗരുഡൻ നല്ല അടിപൊളി സിനിമയായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബോബി സഞ്ജയ്, ലിജോ മോൾ, പിന്നെ അഭിമന്യു തിലകൻ, സംഗീത് പ്രതാപ്. സത്യത്തിൽ ഈ 4 പേരിലൂടെയാണ് കഥ മുന്നേറുന്നത്. പിന്നെ മേജർ രവി, അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടക്കുന്നൊരു കഥ. അതിൽ നിവിൻ പോളിയുടെ റോൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നിവിൻ പോളി വളരെ കുറച്ചുള്ളൂ. ഒരു ക്യാമിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു സ്പേസ് നിവിൻ പോളിക്ക് സിനിമയിലുള്ളൂ. നിവിൻ പോളി ആയതുകൊണ്ട് മാത്രം ഈ ക്ലൈമാക്സിലൊക്കെ ഒരു വലിയ റോള്, ഒരു വലിയ സംഭവമാക്കി നിവിൻ പോളിനെ കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ ഈ സിനിമ കൊണ്ടുപോകുന്നത് ലിജോ മോളും സംഗീത് പ്രതാപും അഭിമന്യു തിലകനുമാണ്. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം നടക്കുന്നൊരു കഥ. അത് നമുക്കറിയാം, ഈ സമകാലീന വിഷയവുമായി ബന്ധപ്പെട്ട സിനിമകളായിരിക്കും ഈ ബോബി സഞ്ജയ് ഒരുപാട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു തീം എന്ന് പറയുന്നത്. എല്ലാം ഒരു ദിവസം നടക്കുന്ന കഥ. ആശുപത്രിയിൽ നിന്ന് മോഷണം പോകുന്ന കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, ഈ അല്ലെങ്കിൽ ഏതെങ്കിലും പണം അപഹരിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് അവർ ഈ ട്രെയിൻ കയറി പോകുന്നതിന് മുമ്പ് അവർ പോലീസ് പിടിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഈ നിലവിൽ കാണുന്ന വാർത്തകളെല്ലാമായിട്ട് ഒരു സാമ്യം തോന്നുന്ന തരത്തിലുള്ളൊരു പ്ലോട്ട്. അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ആശുപത്രിയിൽ നിന്ന് ഈ കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് പോലീസുകാർ പിടിച്ച ഒരുപാട് കേസുകളുണ്ട്. വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അവരൊരു സ്റ്റോറി ഉണ്ടാക്കി. പക്ഷേ നമുക്ക് അറിയാം, ഈ ബോബി സഞ്ജയുടെ ഒരു എഴുത്ത് രീതി വളരെ ഈ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ അവരുടെ സിനിമകളിലുണ്ടാവും. വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ ഈ ഫാമിലി, അച്ഛൻ മോൻ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ തേച്ച കാമുകിയും, ഉയരെ സിനിമ, അല്ലെങ്കിൽ മുംബൈ പോലീസ് പോലുള്ള സൗഹൃദങ്ങൾക്കൊക്കെ വില കൊടുക്കുന്ന സിനിമകൾ. അത്തരത്തിൽ ഈ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും അനിയൻ്റെയും ഒരു കഥ, പിന്നെ നിവിൻ പോളിയുടെ ഫാമിലിയുടെ കഥ, അങ്ങനെയുള്ള ഈ രംഗങ്ങളിലൂടെ ഈ സിനിമ മുന്നേറും. സിനിമ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനൊത്ത് ഈ സിനിമയുടെ ഡയറക്ഷൻ വന്നു എന്നുള്ളതാണ് ഒരു ഡൗട്ട്. പിന്നെ ഒരു കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നം. അഭിമന്യു തിലകൻ പുള്ളി പറഞ്ഞു കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എവിടെയൊക്കെ ആ ആദ്യ ഭാഗങ്ങളിൽ മാത്രം എവിടെയോ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കുറവുണ്ട്. പിന്നെ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിന് ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. നിവിൻ പോളി തിരിച്ചു പോകാൻ സമയം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ വീണ്ടും പറയണേ, നിങ്ങൾ നിവിൻ പോളിയുടെ സിനിമ നന്നാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിന് ഇഷ്ടപ്പെടുമ്പോൾ നിവിൻ പോളിയുടെ സ്ലീപ്പർ സെൽ ഇറങ്ങി എന്നൊക്കെ പറയും. എന്നിട്ട് നിവിൻ പോളി അതിൽ കാര്യമായിട്ട് റോളില്ല, വേഷമില്ലെങ്കിൽ നിവിൻ പോളി തിരിച്ചു പോകാറായി. അത്ര ഒരു സിനിമ തോക്കുമ്പോൾ തിരിച്ചു പോകാനുള്ള ആളാണ് ഈ ഇവിടെ അഭിനയിക്കുന്ന നടന്മാരൊക്കെ. അല്ലെങ്കിൽ ഒരു സിനിമ കൊണ്ട് അവർ ഏറ്റവും ഹൈറ്റ്സിലെത്തും. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനും മോഹൻലാലൊക്കെ എവിടെ നിൽക്കേണ്ട ആൾക്കാരാണ്. എത്ര സിനിമകൾ പൊട്ടി, എത്രയോ സിനിമകൾ വിജയിച്ച് അവരിപ്പോഴും നിലനിൽക്കുന്ന ആ പരാജയത്തിൽ അവർ നിന്നുകൊണ്ടും പ്രേക്ഷകരെ അവർ സ്വീകരിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ട്രെൻഡ് നമ്മൾ ഈ റിവ്യൂവിന് ശേഷമാണ് ഇത്തരം ട്രെൻഡ് ഉണ്ടായത്. കാരണം നിവിൻ പോളി തിരിച്ചു പോകുന്നു എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ അത് വാച്ച് ചെയ്യുമല്ലോ. ആ ഒരു ട്രെൻഡിൻ്റെ പുറത്തായിരിക്കണം അങ്ങനെയൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതും ട്രോളുന്നതൊക്കെ. എനിക്ക് നിവിൻ പോളിയുടെ അഭിനയം ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത്, ഞാൻ കഥ പറയാനുള്ള സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീനിൽ നിവിൻ പോളിയുടെ റിയാക്ഷൻ, അത് സംവിധായകൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്താണോ എനിക്കറിയില്ല. നിവിൻ പോളിയുടെ റിയാക്ഷൻ ആ ഒരു സീനിൻ്റെ ഒരു പേസിന് അനുസരിച്ച് ഒത്തില്ല. ഒരു തണുത്ത ഒരു റിയാക്ഷൻ മൂഡിലായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അത് അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ സമയത്ത് ആ സീനിന് ആ ഒരു നിവിൻ പോളിയുടെ റിയാക്ഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത് കൊണ്ടാണോ എനിക്കറിയില്ല. എന്തായാലും അത് ഡയറക്ടറുടെ കയ്യിലെ ഫോൾട്ടാണ്. അത് ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ച് നിവിൻ പോളി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഈ സിനിമ കാണാൻ പോയത് ഒബ്റോൺ മാളിലാണ്. എൻ്റെ അമ്മ, അവിടെ സൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ വീട്ടിൽ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഒബ്റോൺ മാളിലെ സൗണ്ട്. മ്യൂസിക്കിന് മാത്രം ഹെവി സൗണ്ടും ഡയലോഗിന് സൗണ്ട് കുറവും. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലിജോ മോളുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിലകനൊക്കെ പറയൂലേ, ലിജോ മോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഇപ്പം പൊന്മാൻ സിനിമ ഇറങ്ങി അതേപോലെ തന്നെ എടുത്ത് കാണിച്ചു വെച്ചേക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്, കരഞ്ഞഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ലിജോ മോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
സ്ക്രിപ്റ്റ് എന്താ ഡിമാൻഡ് ചെയ്യണത് അവളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് അത്തരം ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ അത്തരം ആളുകൾ ഇഷ്ടമല്ലെങ്കിൽ അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ശരിക്കും കാണിക്കുന്ന ഒരു ദൃശ്യം പോലെ ഒരു ക്രൈമാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നതും പിന്നെ അത് കറങ്ങി തിരിഞ്ഞതൊരു മറ്റൊരു രീതിയിലേക്ക് ഒരു ഹാപ്പി എൻഡിങ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ ആ ഒരു ക്രൈമിനെ എന്താ പറയുക ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല ലിജോ മോള് മോശമായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ലിജോ മോളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരം കഥാപാത്രങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റിയത് പാർവതി തിരുവോത്താണ്, പിന്നെ ലിജോ മോളാണ്. പുള്ളിക്കാരത്തി ഈ സിനിമയിൽ കൃത്യമായിട്ട് പുള്ളിക്കാരത്തിയുടെ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിമന്യു തിലകൻ നല്ല മാസീവ് ലുക്കാണ് പുള്ളിക്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ മാർക്കോ പോലെയൊക്കെ തന്നെയെന്ന് ചിലർ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, മാർക്കോ പോലെ അല്ല, വ്യത്യസ്തതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഇല്ലാത്ത രീതിയിലായിപ്പോയി. കുറേ സീനുകൾ ഫസ്റ്റ് ഉള്ള സീനുകളൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീനുകളാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സംഗീത് പ്രതാപിൻ്റെ സീൻ. നമുക്കറിയാം പുള്ളിയെല്ലാം ഒരു കോമഡി സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ചില രംഗങ്ങളിൽ കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. അത് അവർ തന്നെ സ്വയം തിരുത്തി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ അവർ സ്വയം തിരുത്തി ചെയ്താൽ മാത്രം. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് സംഗീത് പ്രതാപ് അഭിനയിക്കണതാണ് സിനിമയിൽ, ഇങ്ങനെ എല്ലാ സിനിമയിലും അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ച് നശിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്താണോ സംവിധായകൻ എന്താണോ ഡിമാൻഡ് ചെയ്തത് പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിവിൻ പോളിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ ഈ മൊത്തത്തിലൊരു ടോട്ടാലിറ്റി വരാൻ നേരത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ലോജിക്കിൻ്റെ പ്രശ്നം പോലെ തോന്നുമെങ്കിലും ഇതെല്ലാം അവർ ലാസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ സിനിമയുടെ ഇടയ്ക്ക് വരുമെങ്കിലും അതെല്ലാം കൊണ്ടേ അവസാനം, അതായത് സമകാലീനം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കഥയാക്കി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബോബി സഞ്ജയ്. നമുക്കറിയാം ഒരു കാലത്ത് മലയാള സിനിമ നഷ്ടപ്പെട്ടിരുന്ന കാലത്ത്, അതിൻ്റെ പ്രതാപമൊക്കെ പോയിരുന്ന കാലത്ത് 2010 എൻ്റെ വീട് അപ്പൂനെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക്, ആ സിനിമ നോൺ ലീനിയർ ആയിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് ഒരു മൂവി ഇവിടെ പരിചയപ്പെടുത്തിയ ആളുകളെന്ന് പറഞ്ഞാൽ ബോബി സഞ്ജയ് ആണ്. ഒരു പുതിയ അവതരണ രീതി, പുതിയ ആഖ്യാന രീതി, പുതിയ സംവിധായകരെ വെച്ചിട്ട് മലയാള സിനിമ കാണാത്ത വേറിട്ട തരത്തിലുള്ള ചിത്രീകരണവും അല്ലെങ്കിൽ അവതരണവും ഒക്കെ കൊണ്ട് വേറിട്ട നിന്ന ഒരു രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ബോബി സഞ്ജയ്. അവരുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ലോജിക്കില്ല എന്ന് പറയുമ്പോൾ ലോജിക്കില്ലാത്ത കഥകളെ ലോജിക്കായിട്ട് കൊണ്ടുവന്ന ആളുകളാണ് ബോബി സഞ്ജയ്. ലോജിക്കില്ലായ്മയെ കൊണ്ടുവന്ന ആളുകളാണ്. നമുക്ക് അവരുടെ സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുംബൈ പോലീസ്, ഉയരെ, അല്ലെങ്കിൽ ട്രാഫിക്, ഒരുപാട് സിനിമകളുണ്ട്. അയാളും ഞാനും തമ്മിൽ. ഇവരുടെ കാണിക്കുന്ന ഈ ഒരു ത്രില്ലർ കാണിക്കുമ്പോൾ ത്രില്ലർ വെറുതെ നമുക്ക് കാണിച്ചു പോകാം. പക്ഷേ അതിൽ ഈ ആളുകൾ തമ്മിലുള്ള വൈകാരിക ബന്ധം, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വൈകാരിക ബന്ധമൊക്കെ കാണിക്കുന്നതിന് ബോബി സഞ്ജയ്ക്കുള്ള കഴിവ് അത് അപാരമാണ്. അത് നമുക്ക് അറിയാൻ പറ്റും, നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആ കുട്ടിയുടെ സീൻ, പൃഥ്വിരാജിൻ്റെയും നമ്മുടെ സമൃദ്ധ സുനിൽ അയാളും ഞാനും തമ്മിലുള്ള സീൻ, പ്രതാപോധനായിട്ടുള്ള രംഗങ്ങൾ, ഈ സിനിമയിലേക്ക് വന്ന സംഗീത് പ്രതാപും ചേച്ചിയുടെയും അനിയൻ്റെയും സീൻ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സീൻ, അങ്ങനെ ഒരുപാട് സീനുകൾ നമുക്കറിയാം. കഴിഞ്ഞ കാലത്തെ സിനിമകളുടെ ഒരു മിറർ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു നമ്മൾ കണ്ട് മറന്നതോ കണ്ട് ശീലിച്ചതുമായ ഒരു കഥാവതരണത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ഇത്തരം സിനിമകൾ കാണാൻ പറ്റില്ല. ഒരു ദിവസം നടക്കുന്ന കഥ, ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അത്തരത്തിലുള്ളൊരു കഥ കണ്ട് മറന്നതോ അല്ലെങ്കിൽ കണ്ട് ശീലിച്ചതോ ആയ ഒരു കഥ. അപ്പോൾ നമുക്കൊരു പഴഞ്ചൻ അവതരണമായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയെ, ഇത്തരത്തിലുള്ള ആഖ്യാന രീതികൾ തന്നെയാണ് മലയാള സിനിമയെ പിടിച്ചു കൊണ്ടുപോകുന്നിരുന്നത്. ഇപ്പം പുതിയ മലയാള സിനിമയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പഴഞ്ചൻ അവതരണ രീതി പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ കഥ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന വൈകാരിക നിമിഷങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല. സിനിമ ഈ പറയുന്ന പോലെ മോശമാണെന്ന് ചോദിച്ചാൽ സിനിമ അത്ര മോശമല്ല. ഈ സിനിമ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത് തിയേറ്ററിലും ആയിരിക്കില്ല. ഇത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത് OTT അല്ലെങ്കിൽ ഈ സിനിമ ഏറ്റെടുക്കാൻ പോകുന്ന OTT എന്ന് കരുതി സിനിമയ്ക്ക് ആൾ കയറാതിരിക്കില്ല. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളുടെ ഇടയിൽ സിനിമ തിയേറ്ററിൽ നിന്ന് പോയാലേ ഉള്ളൂ. പക്ഷെ ത്രില്ലാണ്. പക്ഷെ എനിക്ക് ആ ഫസ്റ്റ് ഹാഫിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എനിക്ക് അത്ര
ഇഷ്ടപ്പെട്ടില്ല. ഇനി ഈ തിയേറ്ററിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. തിയേറ്റർ വളരെ മോശമായിരുന്നു. രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ സൗണ്ട് BGM ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സിങ്കായി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം. അത്രക്ക് മോശം സിനിമയാണോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മോശം സിനിമകൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഞാൻ എന്തായാലും ഈ ചാനലിൽ ഇടൂല. കാരണം എൻ്റെ ഒരു കമൻറ്റും ഉണ്ട്, ഒരു തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമക്കും മോശം വരരുത്, അത്തരത്തിലുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോൾ വ്യൂവേഴ്സ് ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് നാൾ പറയാതെ വെച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ, റിവ്യൂ എന്ന് പറഞ്ഞാൽ മോശമായിട്ടും പറയാം, നല്ലതായിട്ടും പറയാം. നല്ലതായിട്ട് പറഞ്ഞാൽ ആളുണ്ടാവില്ല കാണാൻ, മോശമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമുക്ക് ഫോളോവേഴ്സായിട്ടും സബ്സ്ക്രൈബേഴ്സായിട്ടും വരും. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാവില്ല. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് OTT-യിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിവിൻ പോളി പണി നിർത്താൻ സമയമായി എന്നുള്ളതിനെയൊക്കെ അത് അത്തരത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് വ്യൂവേഴ്സ്ഷിപ്പിന് ഉണ്ടാക്കുന്ന രീതി അതത്ര നല്ലതല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു മോശം അഭിനയമൊന്നും നിവിൻ പോളി ഇതിൽ കാഴ്ച വെച്ചിട്ടില്ല. ലിജോ മോളാണെങ്കിലും ഒരുപാട് ആളുകൾ അവരെ ട്രോളുന്നുണ്ട്, സംഗീത് പ്രതാപിനെ ആണെങ്കിലും ട്രോളുന്നുണ്ട്. അങ്ങനെയല്ല സിനിമ അത്ര മോശം സിനിമയൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ ജെന്യുവനായിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അതുവരെ അടുത്ത സിനിമയ്ക്ക് റിവ്യൂ പറയുന്നവരെ എല്ലാവർക്കും ബൈ.